വെൽക്കം ടു വിൻഡോസ്. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSCയുടെ 2020 മുതൽ 2024 വരെ ചോദിച്ച PSC GK ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി ലഭിക്കുന്ന ഒരു പങ്ക്തിയാണിത്. എന്താണ് മുൻകാല ചോദ്യങ്ങളുടെ പവർ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ കേരള PSC 2020 മുതൽ 2024 വരെ ചോദിച്ച ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് മതി നമ്മൾ പുതിയ ഭാഗത്തേക്ക് കടക്കുക. കാരണം അവിടെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നോക്കൂ. ആ ചോദ്യത്തിൻ്റെ ഒരു സമാന സ്വഭാവം. നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്, അല്ലെങ്കിൽ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതേ സമാന ചോദ്യമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങളുടെ പാറ്റേണിൽ 2023 വന്ന ചോദ്യമാണ്. ആ ചോദ്യങ്ങളുടെ പാറ്റേണിൽ തന്നെ സമാനത കാണുന്നില്ലേ? ഇപ്പൊ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഇത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് സമാനമായ കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇവിടെ ഗവർണറാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആരാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? അത് ഗവർണറാണ് അല്ലേ? അതേസമയം നമുക്കറിയാം ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട്. ആ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആരല്ല? ഗവർണർ അല്ല, അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അനുബന്ധമായിട്ട് പോകണം. ഇപ്പോ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. മറന്നു പോകണ്ട. എന്താണ് ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫങ്ഷൻ എന്താണ്? അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ട് ഒരു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതാദ്യം അറിഞ്ഞു വെക്കുക. ഓക്കെ. ഇപ്പൊ സംസ്ഥാന സർക്കാർ സേവനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഭരണഘടനാ സ്ഥാപനമാണ്. തെറ്റിപ്പോരുതിട്ട, ഇവിടെ പോയിന്റ് വളരെ പ്രാധാന്യമുണ്ട്. സംസ്ഥാന സർക്കാർ സേവനങ്ങളിലേക്കുള്ള ആളുകളെ നിയമിക്കുന്ന ആളുകളല്ല PSC എന്ന് പറഞ്ഞത്. മറിച്ച് എന്താണ്? സംസ്ഥാന സർക്കാർ സേവനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അവിടെ ആ സേവനങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് PSC ആണ്. അവിടെ തെരഞ്ഞെടുപ്പാണ് PSC നടത്തുന്നത്. തെരഞ്ഞെടുപ്പാണ്. അത് നന്നായിട്ട് ഓർക്കണം. സംസ്ഥാന PSCയുടെ പ്രധാന ചുമതലകൾ എന്ന് പറഞ്ഞാൽ സിവിൽ സിവിൽ സർവീസുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. എവിടേക്കാണ് അതിന് പറയുക? സിവിൽ സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തലാണ്. സിവിൽ സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തലാണ് ആരുടെ ചുമതല എന്ന് പറയുന്നത്? PSCയുടെ ചുമതല. തെരഞ്ഞെടുപ്പ് നടത്തല, നിയമനമല്ലട്ട. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സേവനങ്ങളിലെ നിയമനങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുക. ഈ സിവിൽ സർവീസിലേക്കുള്ള നിയമന കാര്യത്തിൽ സർക്കാരിന് ഉപദേശം നൽകുന്ന ഏജൻസി കൂടിയാണ് PSC. നിയമനത്തിൽ നിയമിക്കുന്നതല്ല, ഉപദേശം നൽകൽ. ഇത് രണ്ടും നന്നായിട്ട് ആലോചിച്ചുറപ്പിച്ചു വെക്കണം. അപ്പോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തണം, സിവിൽ സർവീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അതുകൂടാതെ സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള നിയമനങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുന്ന ഏജൻസി കൂടിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള PSCയുടെ ഘടന എന്താണ്? കേരള PSCയിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. കേരള PSCയിൽ. അതുപോലെ തന്നെ കേരള PSCയിൽ എന്തുണ്ടായിരിക്കും? അംഗങ്ങളും ഉണ്ടായിരിക്കും. കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നിശ്ചയിക്കുന്ന ആരാണ്? നമുക്കറിയാം. ആരാ കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നിശ്ചയിക്കുന്നത്? അത് ഗവർണറാണ്. സംസ്ഥാന PSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും ഗവർണറാണ്. സംസ്ഥാന PSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നതും ആരെന്നെയാണ്? ഗവർണറാണ്. എന്നാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്.
അതുപോലെ തന്നെ സംസ്ഥാന PSCയുടെ ചെയർമാനും അംഗങ്ങളും രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്. അതിലൊന്നും മാറ്റമില്ല. ഇതെല്ലാം തന്നെ ഗവർണർക്കാണ് നൽകേണ്ടത്. എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാ? അത് രാഷ്ട്രപതിയാണ്. ഇവിടെയും PSC ചെയർമാനെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രസിഡന്റാണ്. നീക്കം ചെയ്യാനുള്ള ചുമതല പ്രസിഡന്റാണ്. അപ്പൊ സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് കൊടുക്കുന്നത്, ആ സംസ്ഥാന PSC ചെയർമാന്റെയും അംഗസംഖ്യ നിശ്ചയിക്കുന്നത്, അവരെ നിയമിക്കുന്നത് ഇതെല്ലാം ഗവർണറാണ്. പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യത്തിൽ അതുപോലെയാണ്. പക്ഷെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർക്കണം, അല്ല ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ അത് ആരാണ് നിയമിക്കുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അവിടെ ചോദിച്ച ചോദ്യങ്ങളുടെ അതേ രീതി തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. എന്താ കാലാവധി? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി നമ്മൾ ഓർമ്മയുണ്ടോ? 5 വർഷം അഥവാ 65 വയസ്സ്. എന്നാൽ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാ? അത് 6 വർഷം. 6 വർഷം അഥവാ 62 വയസ്സാണ്. മറ്റോടത്ത് 5 വർഷം 65 വയസ്സ്, ഇവിടെ 6 വർഷം 62 വയസ്സ്. ഈ 3, 5, 6 ഇതാണ് ഇവരുടെയൊക്കെ ഒരു ഏകദേശ കാലാവധി വരുന്നത് നോക്കുക. അതുപോലെ 60, 62, 65 ഇതാണ് ഏകദേശം പൊതുവായി വരുന്ന കാലാവധി. അതൊരു ഉദാഹരണം ഉണ്ടാവണം. അതിലിവിടെ PSC ചെയർമാൻ, സംസ്ഥാന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ ആണ്. നിലവിലെ കേരള PSC ചെയർമാൻ ആരാ? അത് ഓർത്തു വെക്കണം. MR ബൈജു ആണ്. എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ? ആരാണ്? MR ബൈജു ആണ് നിലവിലെ കേരള PSC ചെയർമാൻ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? MR ബൈജു, നിലവിലെ കേരള PSC ചെയർമാൻ. അപ്പൊ നമുക്കറിയാം, മറ്റേ എന്താ പറയാ, കേരള PSC നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു തിരുവിതാംകൂർ PSC ഉണ്ടായിരുന്നു. ആ തിരുവിതാംകൂർ PSCയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, ആ തിരുവിതാംകൂർ PSCയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ തിരുവിതാംകൂർ PSCയുടെ ചെയർമാൻ GD നോക്സ് ആണ്. അല്ലേ? ഇപ്പൊ PSC ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. എങ്ങനെയാ നോക്സ് ഓർത്തു വെക്കുക? PSC നിങ്ങൾ ഓരോ PSC എക്സാമും നിങ്ങൾ മുട്ടി നോക്കുകയാണ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതപ്പെടുന്നത്. ഇപ്പം മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിരന്തരം മുട്ടുമ്പോൾ ഈ വാതിൽ തുറക്കും. നിരന്തരമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഈ ടെൻഷനൊന്നും അടിക്കാതെ ഞാൻ ഈ സർക്കാർ ജോലി കിട്ടിയിട്ടേ ഇത് ഉപേക്ഷിക്കുള്ളൂ എന്നുള്ള തീരുമാനമാണ് ആദ്യം വേണ്ടത്. പ്രായപരിധിയിലെത്തിയവർ നന്നായി ശക്തമായിട്ട് പരിശ്രമിക്കുക. അവർക്ക് കുറച്ച് ടെൻഷൻ ആയിക്കോട്ടെ. പക്ഷെ ഈ ചെറുപ്പക്കാരൊക്കെ എന്തിനെത്രമാത്രം ടെൻഷൻ ആവുന്നത്? ടെൻഷനായ നിങ്ങളുടെ ആ പഠനത്തിന്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുക. ഒട്ടും ടെൻഷൻ വേണ്ട എന്നുള്ളതല്ല. ഞാനിത് നിശ്ചിത നേരം പഠിച്ചിരിക്കും. പഠനം ഒരു ഹാബിറ്റ് ആക്കുക. അപ്പൊ നോക്കുക, എല്ലാ PSC നോക്കി നോക്കുക. ഒരു ദിവസം ആ വാതിൽ തുറക്കും. അതുവരെ നിരന്തര പഠനം. ആ പഠനത്തെ തന്നെ ഒരു ഹാപ്പിയായ ഒരു നല്ല ജേണിയാക്കി മാറ്റുക. തിരുവിതാംകൂർ PSCയുടെ ചെയർമാൻ GD നോക്സ് ആണ്. നോക്സ് മുട്ടുക, മുട്ടുവിൻ തുറക്കപ്പെടുക. ഇവിടുത്തെ ആ വാക്കും ഈ വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി GD നോക്സ്, തിരുവിതാംകൂർ PSCയുടെ ആരാണ്? GD നോക്സ് ആണ്. അതുപോലെ തന്നെ കേരള PSC, ആ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ KPSC വരുമ്പോ ആ KPSCയുടെ ചെയർമാന്റെ പേരും വളരെ സിമ്പിളാണ് ഓർത്തു വെക്കാൻ. KPSC ചെയർമാന്റെ ആദ്യ ചെയർമാൻ ആരാണ്? അത് വേലായുധനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ PSC പരീക്ഷ എഴുതുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ PSC പരീക്ഷ എഴുതുന്നത്? VK വേലായുധനിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? വേലല്ലേ? ജോബിന് വേണ്ടിയിട്ടല്ലേ? ഓക്കെ, വേലയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പൊ വേലായുധൻ, എന്റെ വേലായുധനാണ്? VK വേലായുധൻ. അപ്പൊ ആ വേലായുധനെ എങ്ങനെ ഓർക്കാം? അപ്പൊ GD നോക്സ് തിരുവിതാംകൂർ PSC ചെയർമാൻ ആയിരുന്നു, ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. കേരള PSCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വേലായുധനായിരുന്നു. അതേസമയം നിലവിലെ PSC ചെയർമാൻ MR ബൈജു ആണ്. ആരാണത്? MR ബൈജു. അതുപോലെയാണ് നമുക്ക് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആദ്യം വരുന്നത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് വരുന്നത്? അത് ഓർത്തു വെക്കണം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാ വരുന്നത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? തിരുവിതാംകൂർ PSC എന്നാണ് വരുന്നത്
1936 തിരുവിതാംകൂർ PSC വരുന്നത്. 1936. 1936 തിരുവിതാംകൂർ PSC വരുന്നത്. നമുക്കറിയാലോ, ഈ കേരളം എന്ന് പറഞ്ഞാൽ 3 പ്രദേശങ്ങൾ കൂടി ചേർന്നായിരുന്നു. മലബാർ, അതുപോലെ തന്നെ കൊച്ചി, തിരുവിതാംകൂർ. ഇതായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിന്റെ സ്ഥിതി. അന്ന് കേരളം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രദേശമില്ല ഇന്നത്തെ പോലെ. മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ കയ്യിലാണെങ്കിലും അത് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ. അതിന് പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് എന്തുണ്ടാവുന്നുണ്ട്? ഒന്നായി മാറുന്നുണ്ട്. തിരുകൊച്ചി ആയി മാറുന്നുണ്ട്. പിന്നീട് മലബാറും കൂടി ചേർന്നാണ് പിന്നീട് കേരള സംസ്ഥാനം രൂപവൽക്കരിക്കുന്നത്. അതും സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതുപോലെ കൊച്ചിയിലും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആ കാലത്ത് രൂപപ്പെട്ടു. കൊച്ചിയിലെ PSC, കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് വളരെ അടുത്ത കാലത്താണ്, സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചാണ്. 1947 കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുന്നത്. കൊല്ലം ഓർത്തു വയ്ക്കണം. PSCയുമായി ബന്ധപ്പെട്ട ആ ചോദ്യം വരാം. ഓക്കെ. പിന്നീട് കേരള PSC എപ്പോഴാണ് രൂപവൽക്കരിക്കപ്പെടുന്നത്? കേരള PSC രൂപവൽക്കരിക്കുന്നത് 1956 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്നിച്ച് ലയിച്ചുകൊണ്ടാണ്. 1956 തന്നെയാണല്ലോ കേരളവും നിലവിൽ വരുന്നത്. അപ്പൊ കേരള PSC KPSC എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി 1956 എന്നെഴുതുക. പക്ഷെ കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ 1947 തിരുവിതാംകൂർ PSC 1936 ഏതാ നമ്മുടെ ആസ്ഥാനം? PSCയുടെ ആസ്ഥാനം ഓർത്തു വെക്കണം, പട്ടത്താണ്. പട്ടം തിരുവനന്തപുരം അല്ലേ? അത് ഓർമ്മയുള്ളവർ വളരെ പേരുണ്ടാവും. പട്ടം തിരുവനന്തപുരം. പണ്ടൊക്കെ ആണെങ്കിൽ ഈ അഡ്രസ്സിലാണ് നിങ്ങൾ കത്തയക്കേണ്ടത്. പട്ടം തിരുവനന്തപുരമാണ് PSCയുടെ ആസ്ഥാനം. മറ്റൊരു ഭാഗം നമുക്ക് എന്താണ് ഉണ്ടാവുക? ഏത് ആർട്ടിക്കിൾ പ്രകാരം? PSC എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അതിൽ ആർട്ടിക്കിൾ 320 നന്നായിട്ട് ഓർത്തു വെക്കുക. 320 എന്നുള്ള ആർട്ടിക്കിൾ നന്നായിട്ട് ആലോചിച്ചിരിക്കണം. ആ 320 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകാൻ നമ്മൾ നേരത്തെ പഠിച്ചു. നിയമന അധികാരികളുടെ നിർദ്ദേശാനുസരണം വിവിധ സർക്കാർ തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താനും. അതായത് സിവിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, എന്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഉപദേശം നൽകുന്നത്? വേറെന്തെങ്കിലും കാര്യത്തിലല്ല. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിന് ഉപദേശം നൽകുക. ആ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിന് ഉപദേശം നൽകലാണ് ഒരു പരിപാടി. ഇനിയോ വിവിധ നിയമന അധികാരികളുടെ നിർദ്ദേശപ്രകാരം അവിടേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലുമാണ്. അവിടേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലുമാണ്. ഇത് രണ്ടുമാണ് PSCയുടെ ഉദ്ദേശം. ഇത് നന്നായിട്ട് ഓർത്തു വയ്ക്കണം കേട്ടോ. തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ തന്നെയാണ് 320 ആ 320 എന്നുള്ളതും നിങ്ങൾ എന്തായിരിക്കണം? നന്നായിട്ട് ഓർത്തു വയ്ക്കണം. ഓക്കെ. ഇപ്പൊ കേരള PSC എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകാനും വിവിധ നിയമന അധികാരികളുടെ നിർദ്ദേശാനുസരണം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ആ പദവികളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുമാണ്. നിയമിക്കൽ വേറെ ആൾക്കാരാ. ഇതന്നാളെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് അഡ്വൈസ്, ഉപദേശമാണ് കൊടുക്കുന്നത്, അഡ്വൈസ് ലിസ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കുക. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൻസ് 2023 ചോദിച്ചതാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ ഭരണഘടനയിൽ പറയുന്നത് PSC പോലെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ടെങ്കിൽ അത് ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് ഭരണഘടനയിൽ ഇവിടെ വകുപ്പുണ്ട്. ആ വകുപ്പ് പ്രകാരം നിലവിൽ വന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് വരാൻ പാടില്ല? 1 വരാൻ പാടില്ല. നോക്കൂ, ഇവിടെ 1ഉം 3ഉം വരുന്നുണ്ട്, ഇവിടെ 1ഉം 2ഉം വരുന്നുണ്ട്. തെറ്റാണ്. കാരണം 1 തെറ്റായ പ്രസ്താവനയല്ല, ശരിയായ പ്രസ്താവനയാ. 1ഉം 2ഉം 3ഉം ഇവിടെയും വരുന്നുണ്ട്. 1 വരാനേ പാടില്ല, കാരണം ശരിയാണ് പ്രസ്താവന. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.
വളരെ സിമ്പിളായ ഒരു കാര്യമല്ലേ? അത് ഓർത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. കാരണം എന്താ? ഒന്ന് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉത്തരം എന്ത് കിട്ടി? ഓൺലി 2 and 3. ഇത് മാത്രം തെറ്റ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. തെറ്റാണ്. ഇതേപോലെയുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യമല്ലേ നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും കണ്ടത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? മുൻകാല ചോദ്യങ്ങൾ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയാൽ ഒട്ടനവധി ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പരീക്ഷാ ഹാളിൽ ഇടുകൂട്ടും. മാക്സിമം എക്സാം ചെയ്യുക. മോക്ക് എക്സാമുകൾ, ആ മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് ധാരാളം ചെയ്യാനാണ്. ഞാൻ നമ്മുടെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ആ എക്സാമിന്റെ ലിങ്ക് എടുത്തു വെച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ചോദ്യങ്ങൾക്കൊക്കെ ഒരേ പാറ്റേണാണിടൂ. നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ടാണ്. വളരെ അപൂർവം ചോദ്യങ്ങളൊന്ന് മാറി വരും. ഇത് വരട്ടെ. അപ്പൊ PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാ. UPSC ചെയർമാനെ ആരാ നിയമിക്കുക? അത് സംശയമുണ്ടോ? UPSC ചെയർമാൻ വരുമ്പോൾ നമുക്ക് ഉറപ്പല്ലേ? UPSC ചെയർമാനെ നിയമിക്കുക ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. അതിന് സംശയം വേണ്ട. UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. PSC ചെയർമാന്റെ കാലാവധി എത്രയാ? 6 വർഷം അഥവാ 62 വയസ്സ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ പഠിച്ചിട്ടുണ്ടേ, മറന്നു പോകണ്ട. 5 വർഷം അഥവാ 65 വയസ്സ്. UPSC ചെയർമാന്റെ കാലാവധി 6 വർഷം തന്നെയാണ്, പക്ഷേ 65 വയസ്സാണ്. അവിടെ 62 അല്ല. എത്ര വയസ്സാണ്? 65 വയസ്സാണ് UPSC ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത്. ഏതാ വകുപ്പുകൾ? 315 മുതൽ 323 വരെ. എങ്ങനെയാ 315 ഓർമ്മിക്കുക? PSC പരീക്ഷകൾ സാധാരണ അവസാനിക്കുന്ന സമയം ഏതാ? 3:15 ഉച്ചത്തെ PSC പരീക്ഷകൾ അവസാനിക്കുക 3:15, 3:15. ആ 315 ഓർത്തു വെച്ചാൽ മതി. പിന്നെ അവിടുന്ന് ഒരു 8 കൂട്ടിയാൽ 323 ആയി. UPSCയെ ബാധിപ്പിക്കുന്ന വകുപ്പുകൾ PSCനെയൊക്കെ അതിൽ 320-ൽ 3 ഓർത്തു വയ്ക്കുക. അത് പ്രകാരമാണ് PSC സ്ഥാപിതമായിട്ടുള്ളത്, സ്റ്റേറ്റ് PSCകൾ. ഇപ്പം 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകളാണ് കേരള PSCയെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മറ്റൊരു ചോദ്യം അല്ല UPSCയെ കുറിച്ച് പറയുന്നു. ഭരണഘടനയിൽ ഭരണ ട്രിബ്യൂണലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? അത് 323A ആണ്. നമുക്ക് ആ PSC കഴിഞ്ഞ ഉടനെ 323A ഭരണഘടനയിൽ ഭരണ ട്രിബ്യൂണലുകളെ കുറിച്ച് പറയുന്നത്. എന്താണ് ഈ ഭരണ ട്രിബ്യൂണലുകൾ എന്ന് പറയുന്നത്? ഭരണഘടനയിൽ ഭരണ ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത് 323A ഉണ്ട്, അതുപോലെ തന്നെ 323B ഉണ്ട്. ബി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. 323A 323B ഭരണഘടനാ ട്രിബ്യൂണലുകളെ കുറിച്ച് പറയാണ്. എന്താണ് ഈ ഭരണഘടനാ ട്രിബ്യൂണലുകൾ എന്ന് പറഞ്ഞാൽ? 2 തരത്തിലുള്ള ഭരണഘടനാ ട്രിബ്യൂണലുകളുണ്ട്. ഏതൊക്കെയാ? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒന്നുണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒന്നുമുണ്ട്. അങ്ങനത്തെ 2 ട്രിബ്യൂണലുകളുണ്ട്. ആ ട്രിബ്യൂണലുകളിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് സമാനമായിട്ടുള്ളതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതെന്താണ്? അത് ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടതാ. ഞാൻ വരാം അവിടേക്ക്. ഇതിന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അത് ഗവർണറാണ്. PSC ഗവർണറാണ്. പക്ഷെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ അവിടെ ഓർക്കണം, ഗവർണറുടെ നിർദ്ദേശപ്രകാരം. അപ്പൊ ഇവിടെ രണ്ടോടത്തും രാഷ്ട്രപതിയാണ്, ഇവിടെ മാത്രം അത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലുള്ള ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് അബ്ദുൽ റഹീമാണ്. അബ്ദുൽ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. അപ്പോ അനുച്ഛേദം 323A അത് പ്രകാരമാണല്ലോ ഈ ട്രിബ്യൂണലുകൾ സ്ഥാപിതമായിട്ടുള്ളത്. എന്താ പറയുന്നത്? അതിന്റെ പ്രവർത്തനം എന്താ? കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതു നിയമനങ്ങളുമായും ജീവനക്കാരുടെ സേവനവുമായും ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ 323A പ്രകാരമുള്ള വകുപ്പ്. ഏതാ? കേന്ദ്രത്തില് എന്തുണ്ട്? ജീവനക്കാരുണ്ട്. സംസ്ഥാന ജീവനക്കാരുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ട്. ഈ 3 തലത്തിലുള്ള ഗവൺമെന്റുകളിലെയും തദ്ദേശ സ്വയംഭരണം,
ഈ 3 തലത്തിലുള്ള ഗവൺമെന്റുകളിലെയും ആ 3 തലത്തിലുള്ള പൊതുനിയമനങ്ങൾ, ആ പൊതുനിയമനങ്ങളുമായും പൊതുനിയമനം, പൊതുനിയമനം, അവിടുത്തെ എല്ലാം തന്നെ ജീവനക്കാരുടെ സേവനമായും ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കടമ. അപ്പൊ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് 323A എന്ന് പറയുന്നത്. അതിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേന്ദ്രം വരില്ല. കേന്ദ്രം കൂടി ഉൾപ്പെടുമ്പോൾ അത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലായി മാറും. അപ്പൊ ഇതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം വരുന്നത്, ഇതിൽ അവസാനത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭരണഘടനാ വകുപ്പ് പ്രകാരം വരുന്നതാണ് ഭരണഘടനാ സ്ഥാപനം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയുള്ള വകുപ്പുകൾ പ്രകാരം സ്ഥാപിതമായതാണ് PSC. ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട്. എന്നാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. എന്തുകൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ ഓഫീസർ സംസ്ഥാനത്ത് നിലവിൽ വരുന്നത്, ചീഫ് ഇലക്ഷൻ ഓഫീസറാണ്, കമ്മീഷണർ അല്ല. ചീഫ് ഇലക്ഷൻ ഓഫീസർ സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് 1950 റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ട് വകുപ്പ് 13A പ്രകാരമാണ്. അവിടെ നിയമമാണ്, അതുകൊണ്ട് അത് സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. 243K അനുച്ഛേദ പ്രകാരം ഭരണഘടനയിൽ അനുച്ഛേദമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ പദവിയാണ്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷനും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഭരണഘടനാ സ്ഥാപനമാണ് എന്നോർത്തു വയ്ക്കുക. അതുപോലെ തന്നെയാണ് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. ധനകാര്യ കമ്മീഷൻ അത് ഭരണഘടനാ സ്ഥാപനമാണ്. ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള വിഭവ വിനിയോഗത്തിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ്. അതിന് ഉപദേശം കൊടുക്കുന്ന സംവിധാനമാണ്. മറ്റൊന്നാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ. പട്ടികജാതി കമ്മീഷൻ മാത്രമല്ല, പട്ടികവർഗ കമ്മീഷനും എന്തെന്നെയാണ് ഭരണഘടനാ സ്ഥാപനമാണ്. പിന്നാക്ക വിഭാഗ കമ്മീഷൻ അതും എന്തെന്നെയാണ് ഭരണഘടനാ പദവി ഉള്ളതാണ്. അതൊക്കെ തന്നെ പിന്നാക്ക വിഭാഗം, ഇതൊക്കെ എവിടെ വന്നതാണ്? നമ്മുടെ ഭരണഘടനയിൽ ഇതിനൊക്കെ പ്രത്യേകം അനുച്ഛേദങ്ങളുണ്ട്. അപ്പൊ പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗ കമ്മീഷനുകൾ എന്തിൽ പെടുന്നു? ഭരണഘടനാ സ്ഥാപനത്തിൽ പെടുന്നു. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, എല്ലാ UPSCയും അതുപോലെ തന്നെ PSCയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമുണ്ട്. UPSCയും PSCയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നമ്മളിപ്പോൾ പഠിച്ചു. ഏതൊക്കെയാ? 315 മുതൽ 323 വരെ. അതുപോലെയുള്ള ഈ പോസ്റ്റുകൾ അഡ്വക്കേറ്റ് ജനറൽ, അതുപോലെ തന്നെ അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, അറ്റോർണി ജനറൽ ഉണ്ട്. ഈ പോസ്റ്റുകളൊക്കെ തന്നെ, അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, ഈ പോസ്റ്റുകളെല്ലാം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നീ ഈ പോസ്റ്റുകൾ ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് ഓർക്കുക. മറ്റൊന്നാണ് അന്തർ സംസ്ഥാന കൗൺസിൽ. അന്തർ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന കൗൺസിൽ. അന്തർ സംസ്ഥാന കൗൺസിൽ ഭരണഘടനാ സ്ഥാപനമാണ്. അന്തർ സംസ്ഥാന കൗൺസിൽ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. ചരക്ക് സേവന നികുതി GSTക്ക് ചരക്ക് സേവന നികുതി കൗൺസിൽ ഉണ്ട്. GST കൗൺസിൽ ഭരണഘടനാ സ്ഥാപനമാണ്. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും. ധനകാര്യ കമ്മീഷൻ, പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗം, ഈ കമ്മീഷൻ. UPSC PSC അഡ്വക്കേറ്റ് ജനറലും അറ്റോർണി ജനറലും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും
ഒരൊറ്റ ഗ്രൂപ്പിൽ ഒതുക്കി നമുക്ക് ഓർമ്മയിലെത്തിക്കൂടെ? GST കൗൺസിൽ, ചരക്ക് സേവന നികുതി കൗൺസിൽ, അന്തർ സംസ്ഥാന കൗൺസിൽ, ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതുപോലെ നിങ്ങൾ ഓർക്കണം, ജില്ലാ ആസൂത്രണ സമിതി ഭരണഘടനാ സ്ഥാപനമാണ്. ജില്ലാ ആസൂത്രണ സമിതി മറന്നു പോകണ്ട. ജില്ലാ ആസൂത്രണ സമിതി ഭരണഘടനാ സ്ഥാപനമാണ്. ജില്ലാ ആസൂത്രണ സമിതി എന്ത് സ്ഥാപനമാണ്? ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. ഏതാ ഭരണഘടനാ സ്ഥാപനം? ജില്ലാ ആസൂത്രണ സമിതി. ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ജില്ലാ ആസൂത്രണ സമിതി ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെയാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ, ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഭാഷാ കമ്മീഷൻ, അതായത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ ഉണ്ട്. ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ, ഇതെല്ലാം തന്നെ എന്താണ്? അത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ ആരൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്? ആസൂത്രണ കമ്മീഷൻ. ഓക്കെ, ജില്ലാ ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ ഓർക്കുക, ആരാണ്? നീതി ആയോഗ്. ഇപ്പൊ ജില്ലാ ആസൂത്രണ സമിതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു ദേശീയ ആസൂത്രണ സമിതി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, അല്ലേ? ഇപ്പൊ അതിന് പകരം നീതി ആയോഗാണ്. ആ നീതി ആയോഗ് ഭരണഘടന ഇതര സ്ഥാപനമാണ്. ഏതാണ്? നീതി ആയോഗ് എടുക്കുമ്പോൾ ഓർക്കുക, ഭരണഘടന ഇതര സ്ഥാപനമാണ്. എന്തെന്ന് പറയുന്നത്? മറ്റേ നീതി ആയോഗ്. അതേസമയം ജില്ലാ ആസൂത്രണ സമിതി ഭരണഘടനാ സ്ഥാപനമാണ്. ലോക്പാൽ, ലോകായുക്ത കേട്ടിട്ടില്ലേ? ലോക്പാല്, ലോകായുക്ത. ഈ ലോക്പാലും ലോകായുക്തയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ലോകായുക്തയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കേട്ടിട്ടില്ലേ? CBI എന്ന് പറയുന്നത്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ ഇതര സ്ഥാപനമാണ്. ഈ പറയുന്നതൊക്കെ ഇനി ഭരണഘടനാ ഇതര സ്ഥാപനമാണ്. ഇപ്പൊ നമുക്കറിയാം ഏതൊക്കെ? പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. മനുഷ്യാവകാശ കമ്മീഷനോ വിവരാവകാശ കമ്മീഷനോ അതൊക്കെ നിയമം മൂലം വന്നതാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. നാഷണൽ ഇന്റലിജൻസ് ഏജൻസി NIA എന്ന് പറയും. NIA ഭരണഘടനാ സ്ഥാപനമല്ല. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMAS, ഇതൊന്നും ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ അന്തർ സംസ്ഥാന കൗൺസിലാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്, ധനകാര്യ കമ്മീഷനാണ്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്, പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. എന്നാൽ ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനമാകുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷനോ വിവരാവകാശ കമ്മീഷനോ ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനാ ഇതര സ്ഥാപനമാണ്. ജില്ലാ ആസൂത്രണ സമിതി ഭരണഘടനാ സ്ഥാപനമാണ്. അതേസമയം നീതി ആയോഗ് ഭരണഘടനാ ഇതര സ്ഥാപനമാണ്. UPSCയും PSCയും ഭരണഘടനാ സ്ഥാപനമാണ്. അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനമായി ആകുമ്പോൾ ലോക്പാലോ ലോകായുക്തയോ CBIയോ NIAയോ കേന്ദ്ര വിജിലൻസ് കമ്മീഷനോ ഇങ്ങനത്തെ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ എന്തല്ല? ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളാണ്. എളുപ്പമാണല്ലോ. GSTയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഭരണഘടനാ വകുപ്പുണ്ട്. GST കൗൺസിൽ അതുകൊണ്ട് തന്നെ ഭരണഘടനാ സ്ഥാപനമാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ്, നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ എല്ലാ കംപ്ലീറ്റ് ഭാഗവും കവർ ചെയ്യുന്ന 10th ലെവൽ എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഈസിയായി റെക്കോർഡഡ് വീഡിയോ, ലൈവ് ക്ലാസ്സസ്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, കമ്മ്യൂണിറ്റിക്ക് മാത്രമായി പ്രത്യേക ആപ്പ്, കമ്മ്യൂണിറ്റിക്ക് മാത്രം ഇൻറ്ററാക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മോക്ക് എക്സാംസ്, യൂണിറ്റ് എക്സാംസ് ഒക്കെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന നമ്മുടെ 1 വർഷത്തെ കോഴ്സ് ഉണ്ട്. ആ 1 വർഷത്തെ കോഴ്സിന് 3500 രൂപയാണ് വിത്ത് മെന്റർഷിപ്പ്.
ഓക്കെ, താങ്ക് യു. അപ്പോൾ നന്നായി പഠിക്കുക. നമുക്ക് ഒരു ദിവസം PSC നമ്മുടെ കയ്യിലേക്ക് തന്നെ പോരും. എക്സാം ഒക്കെ അടുത്തു. അതുകൊണ്ട് ഈ എക്സാമിന് മാറ്റുരയ്ക്കുന്നത് കുറയ്ക്കേണ്ട. നന്നായി ശക്തമായിട്ട് പഠിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു PSC ജോലി വന്നെത്തിച്ചേരുക തന്നെ ചെയ്യും. ഉറച്ചു വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും. അതിനനുസരിച്ച് പണിയെടുക്കണം കേട്ടോ. വിശ്വാസം മാത്രമായിരുന്നാൽ പോരാ. ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.